Hi my dear students, today we will be discussing the topic string. Okay. String എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a collection of characters. Okay. Collection of characters ആണ്. എന്ന് വെച്ചാൽ അതെന്താണ്? ഒരു അറേയാണ്. കാരണം collection of elements of same data type എന്നാണ് നമ്മൾ അറേയുടെ ഡെഫിനിഷനിൽ പറഞ്ഞത്. സ്ട്രിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്നു collection of characters ആണെന്ന്. എന്ന് വെച്ചാൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു അറേയല്ലേ സ്ട്രിങ്. Okay, so string is an array of characters. അപ്പൊ നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു അറേനെ ഡിക്ലെയർ ചെയ്യാൻ നമുക്കറിയാം ഡാറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ സൈസ് മെൻഷൻ ചെയ്യും. അപ്പൊ നമുക്ക് സ്ട്രിങ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. സ്ട്രിങ്ങിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? char. So char, then ഒരു അറേയുടെ നെയിം വേണം. ഇപ്പൊ സ്ട്രിങ് അറേ ആണ് ഇവിടെ, അതിനൊരു പേര് വേണം. Suppose I am going to read my name. Okay. So, ഞാൻ name എന്നാണ് അറേയുടെ പേര് കൊടുക്കാൻ പോകുന്നത്. Then we know when we declare an array, we must specify the size of that particular array. ഒരിക്കലും റൺ ടൈമിൽ നമുക്ക് അറേയുടെ സൈസ് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പ്രോഗ്രാം എഴുതുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു അറേയുടെ സൈസ് പറഞ്ഞു കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയും ഞാൻ അറേയുടെ പേര് സൈസ് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. സോ സപ്പോസ് ഐ ആം ഗോയിങ് ടു സ്റ്റോർ ദ നെയിം ഓഫ് അവർ നേഷൻ ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യ? INDIA. 5 ക്യാരക്ടേഴ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഉള്ളത് അല്ലെ. സോ നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ നമ്മൾ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും സൈസ് മിനിമം മതിയായിരുന്നു. പക്ഷേ സ്ട്രിങ്ങിന് വേണ്ടി നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു സ്ട്രിങ്ങിനുള്ളിലുള്ള എലമെന്റ്സിന്റെ എണ്ണം പോരാ, പ്ലസ് ഒരു എക്സ്ട്രാ എലമെന്റിനുള്ള സൈസും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയിൽ 5 ലെറ്റേഴ്സ് ആണുള്ളതെങ്കിൽ പ്ലസ് 1 എക്സ്ട്രാ സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ 6 എന്ന് പറയുന്ന സൈസ് ആണ് വരിക. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിക്ലെയർ നെയിം ഓഫ് അറേ നെയിം വിത്ത് 6 സൈസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ സ്പേസ് കൊടുത്തതെന്ന് വെച്ചാൽ സ്ട്രിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും. ഇന്ത്യയിലെ എ ആണ് ലാസ്റ്റ് ലെറ്റർ എങ്കിലും എ വെച്ചല്ല ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ് അവസാനിക്കാൻ പോകുന്നത്. പകരം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതിനെ പറയുന്നത് നൾ ക്യാരക്ടർ എന്നാണ്. സോ മെമ്മറിയിൽ നമ്മൾ ഇന്ത്യ എന്ന് സേവ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് മാത്രമല്ല, പകരം India/0. So this /0 is known as null character and it recognizes the end of the string. ഒരു സ്ട്രിങ്ങിന്റെ എൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ സ്ട്രിങ്ങിൽ /0 കണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് കമ്പൈലർ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാ സ്ട്രിങ്ങുകളും എൻഡ് ചെയ്യുന്നത് ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ സൈസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ നൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള സ്പേസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഹൗ ക്യാൻ വി ഇനീഷ്യലൈസ് എ സ്ട്രിങ്? ഒരു സ്ട്രിങ്ങിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അറേനെ ഉണ്ടാക്കിയിട്ടുണ്ട്. char നെയിം ഓഫ് 6. ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെയാണ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. 3 രീതിയിൽ നമുക്ക് സ്ട്രിങ്ങിനെ ഇനീഷ്യലൈസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കേർലി ബ്രേസസിന്റെ ഉള്ളിലായിരുന്നു ഇനീഷ്യലൈസേഷൻ ചെയ്തിരുന്നത്. സപ്പോസ് ഇഫ് ദിസ് വാസ് എ ഇന്റിജർ അറേ, ഒരു ഇന്റിജർ അറേ ആയിരുന്നെങ്കിൽ ഈ അറേ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇന്റിജേഴ്സിനെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് 1 2 3 ആണ് സേവ് ചെയ്യണമെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രിങ്ങിന്റെ അകത്ത്, ക്യാരക്ടർ അറേയുടെ അകത്ത്, സ്ട്രിങ്ങിന്റെ അകത്ത് എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്? അപ്പൊ എനിക്ക് ഇന്ത്യ എന്നാണ് വേണ്ടത്. സോ ഐ ഹാവ് റിട്ടൺ I. സ്ട്രിങ്ങിൽ ക്യാരക്ടേഴ്സ് ആണ് എഴുതുന്നതെങ്കിൽ അത് സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുത്താൽ മാത്രമാണ് അതിന് ക്യാരക്ടർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, സോ I, N, D, I, A, the last letter is null character /0. സോ എല്ലാവരെയും സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചു. അപ്പൊ ഇത് ഒരു വേ ഓഫ് ഇനീഷ്യലൈസേഷൻ ആണ്.
അടുത്ത വേ ഓഫ് ഇനീഷ്യലൈസേഷനിൽ ഞാൻ /0 എഴുതിയിട്ടില്ല. /0 എഴുതിയില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. കമ്പൈലർ ഓട്ടോമാറ്റിക്കലി /0 വെച്ച് ഫില്ല് ചെയ്തോളും. ഓക്കെ, സൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷെ /0 കൂടിയുള്ള സൈസ് നിങ്ങൾ കൊടുത്തിരിക്കണം. അതല്ലാതെ /0 എക്സ്പ്ലിസിറ്റ്ലി എഴുതി കൊടുക്കുന്ന നിർബന്ധമില്ല. അത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ഓക്കെ, അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ഓരോ ക്യാരക്ടർ ആയിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് നമ്മൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ /0 എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലേലും കുഴപ്പമില്ല. /0 എഴുതിയാൽ ഓക്കെ, എഴുതിയിട്ടുണ്ട്, കമ്പൈലർ അത് എടുത്തോളും. അല്ല എങ്കിൽ കമ്പൈലർ അതൊരു സ്ട്രിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് /0 ഫിൽ ചെയ്ത് കൊടുത്തോളും. ഓക്കെ, ഇനി സാധാരണ ആരെ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ സൈസ് കൊടുക്കാതെ എഴുതിയിരുന്നു. അത് ഇവിടെയും പോസിബിൾ ആണ്. നമ്മൾ ഒരു സൈസും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അത് എടുത്തോളും. ഓക്കെ, എത്രയാണ് കൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് അത്രയും സ്പേസ് അസൈൻ ചെയ്ത് കൊടുത്തോളും. സോ ദിസ് ഇസ് അബൌട്ട് ദി ഇനീഷ്യലൈസേഷൻ ഓഫ് എ സ്ട്രിംഗ്. ഇനി എങ്ങനെയാണ് സ്ട്രിംഗിനെ കീബോർഡിൽ നിന്നും റീഡ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. char name of, എനിക്ക് അറിയില്ല ഞാൻ എൻറ്റർ ചെയ്യാൻ പോകുന്ന സ്ട്രിംഗ്. കാരണം റൺ ടൈമിൽ നമ്മൾ എന്ത് സ്ട്രിംഗ് ആണ് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയില്ല. സോ നമ്മളൊരു വലിയ സ്പേസ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു സൈസ് ഇട്ടു വെച്ചു. ഞാനൊരു സപ്പോസ് 50 സൈസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ക്യാരക്ടർ അറേ ഇൻ ദ നെയിം ഓഫ് നെയിം വിത്ത് സൈസ് 50 ഈസ് റിസർവ്ഡ് ഹിയർ. ഇവിടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലെ ഒരു അറേ ഉണ്ടെങ്കിൽ ആ അറയിലെ ഒരു ലൊക്കേഷന് 1 ബൈറ്റ് ആണ് സ്പേസ് എടുക്കുക. എന്ന് വെച്ചാൽ 50 സൈസ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്താൽ 50 ബൈറ്റ് സ്പേസ് ആണ് ഈ അറേക്ക് വേണ്ടിയിട്ട് മെമ്മറിയിൽ നിന്നും മാറ്റിവെക്കുന്നത്. ഓക്കെ, ഇനി /0 എന്ന് പറയുന്ന ക്യാരക്ടറും 1 ബൈറ്റ് കൊണ്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ആ 8 ബിറ്റും 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അതായത് സീറോസ് വെച്ചിട്ടായിരിക്കും ഫിൽ ചെയ്യുക. 8 സീറോസിനെയാണ് /0 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ കീബോർഡിൽ നിന്നും റീഡ് ചെയ്യുക? അപ്പൊ ഞാൻ ഇവിടെ എഴുതും printf enter the string എന്നൊരു ഞാൻ മെസ്സേജ് കൊടുത്തു. അതിനുശേഷം scanf ഉപയോഗിച്ച് ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം കീബോർഡിൽ നിന്നും വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് scanf എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ്. ഇവിടെ മുകളിൽ നിങ്ങൾ #stdio.h മെയിൻ പ്രോഗ്രാം ഒക്കെ എഴുതണം. ഞാനത് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോ scanf പെർസെന്റേജ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് s ആണ്. നമ്മൾ ഇന്റിജറിന് വേണ്ടി %d ഉപയോഗിച്ചതുപോലെ ഫ്ലോട്ടിന് വേണ്ടി %f ഉപയോഗിച്ചതുപോലെ സ്ട്രിംഗിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് %s ആണ്. ഓക്കെ, സോ scanf %s നമ്മള് ഈ അറേ വേരിയബിളിന്റെ പേര് പറഞ്ഞു കൊടുത്തു. ഇവിടെ വേരിയബിളിന്റെ പേര് എന്താണ്, അറേയുടെ പേര് എന്താണ്, നെയിം എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. സപ്പോസ് ഞാൻ കീബോർഡിൽ എന്റർ ദ സ്ട്രിംഗ് എന്ന് വന്ന് നിന്നപ്പോൾ ഇന്ത്യ എന്ന് എഴുതി കൊടുത്താൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിംഗ് ഈ നെയിം എന്ന് പറയുന്ന അറേയില് വന്ന് കിടന്നോളും. ഓക്കെ, ഇപ്പൊ 50 ലൊക്കേഷൻസ് ഉള്ള ഒരു അറേ ആയിരുന്നു ഇത്. 0 മുതൽ 49 വരെ ഇൻഡീസസ് ഉള്ള ഒരു അറേയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ത്യ എന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ INDIA/0 ഇങ്ങനെയായിരിക്കും ഇതില് മെമ്മറിയിൽ റെപ്രസെന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ അറേയിൽ റീഡ് ചെയ്ത ഒരു സ്ട്രിംഗിനെ എങ്ങനെയാണ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യാൻ നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷൻ എന്താണ്, stdio.h എന്ന് പറഞ്ഞ ഹെഡർ ആയി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷൻ ടു പ്രിന്റ് സംതിങ് ടു ദ സ്ക്രീൻ ഈസ് printf. ഓക്കെ, സോ printf-നകത്തും നമ്മൾ എന്ത് എഴുതുന്നു, printf %s, name എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിംഗിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അവിടെ /0 ഒന്നും ഡിസ്പ്ലേ ആവില്ല, ഇന്ത്യ എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദിസ് ഇസ് ദ വേ ഹൗ ടു റീഡ് ദ സ്ട്രിംഗ് ഫ്രം ദ കീബോർഡ് ആൻഡ് ടു പ്രിന്റ് ദ സ്ട്രിംഗ് ടു ദ സ്ക്രീൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വൈൽ ലൂപ്പോ ഏതെങ്കിലും ഒരു ലൂപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ സ്ട്രിംഗിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. I can write it as, suppose I am initializing this name array as India. Okay, so while I am going to declare a variable I equal to 0, while name of I not equal to /0,
ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. അപ്പോ നമ്മൾ ആ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നൾ ക്യാരക്ടർ എത്തിയോ നൾ ക്യാരക്ടർ എത്തിയോ എത്താത്തിടത്തോളം നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ആ ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ നോട്ട് ഈക്വൽ ടു /0. ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കാൻ പോകുന്നത് ഐ ആയിരിക്കും. നെയിം ഓഫ് ഐ ഇസ് 0 ഹിയർ. സോ നെയിം ഓഫ് 0 /0 അല്ല, ഐ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്യുമ്പോൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് സി ആണ്. സോ %C, നെയിം ഓഫ് ഐ. ഓക്കെ, ദെൻ I++, ദെൻ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് നമുക്ക് ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സ്കാൻഫ് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുമ്പോൾ, സപ്പോസ് ഐ ആം എൻട്രിങ് എ സ്ട്രിങ് ലൈക്ക് ഐ ആം എൻ ഇന്ത്യൻ. ഓക്കെ, അപ്പൊ സ്കാൻഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഐ ആം എൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ ഐ മാത്രമായിരിക്കും അവരെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്പേസോ ഒരു ടാബ് സ്പേസോ ഒരു സിംഗിൾ സ്പേസോ ഒരു ടാബ് സ്പേസോ അല്ലെങ്കിൽ ഒരു ന്യൂ ലൈൻ കാണുന്നത് വരെയുള്ള സ്ട്രിങ്ങിനെ മാത്രം റീഡ് ചെയ്യാനാണ് സ്കാൻഫ് %s അറേ നെയിം കൊടുത്താൽ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ലൈൻ നമുക്ക് കീബോർഡിൽ നിന്നും റീഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് കാണാൻ പറ്റും ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചും, അതുപോലെ ഗെറ്റ്സ് അല്ലാതെ പിന്നെ fgets എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പം ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫംഗ്ഷൻ ആണ് ഇങ്ങനെ ലൈൻസ് റീഡ് ചെയ്യാൻ. പക്ഷെ ഈ ഫംഗ്ഷൻ ഇപ്പം ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h എന്ന് പറയുന്ന ഹെഡർ ഫയലിന്റെ അകത്തൊന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആക്ഷനിലോട്ട് മൂവ് ചെയ്തത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് fgets ആണ്. സോ fgets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് fgets ഓഫ് ബ്രാക്കറ്റിനകത്ത് അരയുടെ നെയിം മാത്രം കൊടുത്താൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ടു മെനി ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒരു 3 ആർഗ്യുമെന്റ്സ് വരെ നമുക്ക് അതിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സ്കാൻഫ് ഉപയോഗിച്ച് തന്നെ ഒരു ലൈൻ നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാമെന്നാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ എന്റർ സ്ട്രിംഗ് എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുമ്പോൾ ഞാനൊരു സെന്റൻസ് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആ സെന്റൻസിനെ റീഡ് ചെയ്യാൻ വേണ്ടി സ്കാൻഫ്. ഓക്കെ, പിന്നെ നമ്മൾ എഴുതാറുള്ളത് എന്താണ്, %. അതിനുശേഷം നമ്മൾ റൈസ് ടു എന്ന് പറയുന്ന ഒരു ബട്ടൺ കീബോർഡിന്റെ അകത്തുണ്ടാവും, അത് /n. ഇത് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ട് ഓക്കെ %C എന്നും %s എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം % ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ റേസ് ടു എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ട് /n. ന്യൂ ലൈൻ കാണുന്നത് വരെ റീഡ് ചെയ്യൂ എന്നാണ് ഇതിന്റെ അർത്ഥം. /n മീൻസ് ഇറ്റ് ഇസ് ന്യൂ ലൈൻ. ഓക്കെ, അപ്പൊ എന്റർ കീ അടിച്ചാൽ മാത്രമാണ്, എന്റർ കീ ആണല്ലോ നമ്മുടെ ന്യൂ ലൈൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്റർ കീ പ്രസ് ചെയ്താൽ മാത്രമാണ് അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ റീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വെറുതെ അരയുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് വിത്ത് സ്പേസസ്, നമുക്ക് സ്പേസിനെ അപ്പോൾ അത് ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു സ്പേസ് എന്ന് പറയുന്നതും അതൊരു ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ടു റീഡ് എ സെന്റൻസ് ഫ്രം ദ കീബോർഡ്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാൻ printf ഉപയോഗിച്ച് ചെയ്തതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫംഗ്ഷനാണ് പുട്സ് എന്ന് പറയുന്നത്. പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് printf എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു വേർഡിനെ പ്രിന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ പുട്സ് എന്ന് പറയുന്നതിന് ഒരു ലൈനിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പുട്സ് ഓഫ് നെയിം എന്ന് കൊടുത്താൽ നമുക്ക് ഐ ആം എൻ ഇന്ത്യൻ എന്നാണ് ഞാൻ റീഡ് ചെയ്യിപ്പിച്ചതെങ്കിൽ ഐ ആം എൻ ഇന്ത്യൻ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള കഴിവ് പുട്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ റിട്ടേൺ 0. So far we have discussed how can we create a character array or string, and what is a string, how a string ends. It's with a special character known as /0. How to read the string from the keyboard and how to initialize a string. Then how to print the string. These are the things that we have discussed so far. Okay. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ നമ്മളൊരു സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ സപ്പോസ് ഇന്ത്യ എന്ന സ്ട്രിങ് റീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സെന്റൻസ് റീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല അതിന്റെ ലെങ്ത് എത്രയാണെന്ന്. നമ്മൾ ഇങ്ങനെ സെന്റൻസസ് ബൈ സെന്റൻസസ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്.
സോ അന്നേരം നമുക്ക് ആ സെറ്റ് ഓഫ് സ്ട്രിങ്സിന്റെ ലെങ്ത് അറിയാനായിട്ട് ഈസിലി അറിയാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഇന്ത്യ ആണെങ്കിൽ 1 2 3 4 5 ആക്ച്വലി ഇത് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ വിത്ത് /0 ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ സൈസ് എന്താണ്, ലെങ്ത് എന്താണ്, ഇറ്റ്സ് 5. ഓക്കെ, സോ ആ ഒരു കൗണ്ട് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് സിസ്റ്റം അല്ലെങ്കിൽ കമ്പൈലർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷന്റെ പേരാണ് strlen സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഓക്കെ, സോറി സ്ക്വയർ ബ്രാക്കറ്റ്സ് അല്ല, പാരാന്തസിസ്. ഓക്കെ, അപ്പൊ strlen എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ ഏത് അറേക്കാണോ നമ്മൾ റീഡ് ചെയ്ത് വെച്ചിട്ട് ആ അറേയുടെ പേര് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ അറേയുടെ ഉള്ളിലുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ നെയിം എന്ന് കൊടുക്കുകയാണെങ്കിൽ നെയിം എന്ന് പറയുന്ന അറേയുടെ അകത്ത് എന്തുണ്ടോ അത് നമുക്ക് കിട്ടും. കൗണ്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, ഇന്ത്യ എന്നായിരുന്നു ഞാൻ സ്ട്രിങ് എൻ്റർ ചെയ്തിരുന്നെങ്കിൽ /0 എന്ന് പറയുന്നതിന്റെ കൗണ്ട് കൂട്ടില്ല, പകരം 1 2 3 4 5 ആയിരിക്കും ആൻസർ നമുക്ക് കിട്ടുക. ഓക്കെ, /0നെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കൗണ്ട് ആയിരിക്കും strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തരാൻ പോണേ. ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ സാധാരണ #include_stdio.h മാത്രം എഴുതിയതുകൊണ്ട് നമുക്ക് കിട്ടില്ല. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിരിക്കുന്ന സ്ഥലം വേറെയാണ്, ഹെഡർ ഫയൽ വേറെയാണ്. സോ നമുക്ക് ആ ഹെഡർ ഫയൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സോ #include string.h. okay, then int main char name of 50 scanf percentage name. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കാനഫ് ചെയ്യുമ്പോൾ ആംപർസെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആംപർസെന്റ് കൊടുക്കേണ്ട കാര്യമില്ല, വെറുതെ അറേയുടെ നെയിം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സ്കാനഫ് കഴിഞ്ഞപ്പോൾ ഞാൻ I am an Indian എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്പേസ് ഉൾപ്പെടെയുള്ള I am an Indianന്റെ ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടണ്ടേ, എക്സ്ക്ലൂഡിങ് /0. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഈ ഫംഗ്ഷനെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ ഫംഗ്ഷൻ ആ ലെങ്ത് റിട്ടേൺ ചെയ്തു തരും, ആ ലെങ്ത് നമുക്ക് തരും. അത് തരുമ്പോൾ അത് റിസീവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു വേരിയബിൾ വേണം. സോ ഞാൻ ഇവിടെ ഇന്റ് len എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചു. എന്നിട്ട് len ഈക്വൽ ടു strlen ഓഫ് നെയിം എന്ന് കൊടുത്താൽ ഓക്കെ, ഈ ഫംഗ്ഷൻ ഈ I am an Indian എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ I am an Indian. സോ I am an Indianന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്, എക്സ്ക്ലൂഡിംഗ് /0 കൂടി ഉണ്ടായിരുന്നെങ്കിൽ 15 ആണ്. പക്ഷെ strlen തരാൻ പോകുന്നത് 14 ആയിരിക്കും. സോ 14 എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 14 is an integer, so I have declared len variable as int. സോ ലെന്നില് ഈ 14 ഉണ്ടാവും. അപ്പൊ ഈ ലെങ്ത് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, len പ്രിന്റ് ചെയ്താൽ മതി. സോ printf %d len. So len will display the value 14. Spaces അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്യാരക്ടർ സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. ഓക്കെ.